നമസ്കാരം, ഞാൻ ജിബിനാണ്. JR ഓപ്ഷൻ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിനും ഗുരുനാഥനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ ആരംഭിക്കാം. മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്പ് ഓഫ് മാർക്കറ്റ്, അതായത് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പ് ട്രെൻഡ് മാർക്കറ്റ്, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ്, അതിനെ പറ്റിയിട്ട് തിയറട്ടിക്കലായിട്ടൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ടിൽ, റിയൽ ചാർട്ടിൽ നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, കുറച്ച് എക്സാമ്പിൾസാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഗൂഗിളിൽ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ ഒരു ഫ്രീ അക്കൗണ്ട് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പെയ്ഡ് വേർഷൻ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചാർട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സ് ആക്സിസിൽ താഴെ എക്സ് ആക്സിൽ ഒരു ടൈം പീരീഡാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ 3, 7, 9 അങ്ങനെ ഒരു ടൈം ഒരു പീരീഡാണ് കാണുന്നത്. അതിൻ്റെ വൈ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ അതിൻ്റെ പ്രൈസിലുണ്ടായ വേരിയേഷനാണ് കാണിക്കുന്നത്. വൈ ആക്സിസിൽ പ്രൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ടൈം വേഴ്സസ് പ്രൈസ് ആണ് സത്യം പറഞ്ഞാൽ ഈ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർലി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്. ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഇതിലിപ്പം 30 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ഓരോ ക്യാൻഡിലുകളും എന്താണ്, ഇപ്പോൾ 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ, ഓരോ ക്യാൻഡിലുകളും 30 മിനിറ്റ് കൊണ്ട് ഫോം ആയിരിക്കുന്ന ക്യാൻഡിലുകളാണ്. ഇപ്പം ഞാനിവിടെ 1 അവർ ടൈം ഫ്രെയിം മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഫോം ആയിരിക്കുന്ന ഓരോ ക്യാൻഡിലുകളും 1 അവർ കൊണ്ട് ഫോം ആയിരിക്കുന്ന ക്യാൻഡിലുകളാണ്. ഡേ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസത്തെ ക്യാൻഡിലുകളാണ് ഈ ഓരോ ക്യാൻഡിലുകൾ എന്ന് പറയുന്നത്. ഇപ്പം നേരെ മറിച്ച് 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ എത്ര നേരം ട്രേഡിംഗ് അവർ ഉണ്ടായിരുന്നോ ആ ട്രേഡിംഗ് അവറിലെ ഓരോ മിനിറ്റിലുള്ള ക്യാൻഡിലുകളാണിത് ഈ കാണുന്നത് അല്ലേ. ഓരോ മിനിറ്റുകളിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലുകളാണിത്. ഇപ്പം നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. 30 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലുകളാണിത്. 30 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഈ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ജൂലൈ 9 മുതൽ ഓഗസ്റ്റ് ഒരു 7, ഓഗസ്റ്റ് ഒരു 6, 7 വരെ ആ ഒരു ടൈം പീരീഡിൽ എന്താണ് മാർക്കറ്റ് പ്യുവർലി എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്. പ്രൈസ് താഴേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ് ആകണമെങ്കിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, ഒരു ലോവർ ഹൈ ഫോർമേഷനും അതേപോലെ തന്നെ ഒരു ലോവർ ലോ ഫോർമേഷനുമാണ് വരേണ്ടത് അല്ലേ. അപ്പം മാർക്കറ്റ് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. ആ ഹൈയിൽ നിന്ന് മാർക്കറ്റ് എന്താണ് ഫോൾ ചെയ്ത് താഴേക്ക് വന്നു. ഇവിടെ വന്നിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം എന്താണ്, അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈ എന്ന് പറയുന്നത് എന്താണ്, ലോവർ ഹൈ ആണ്. കാരണം എന്താണ്, ആദ്യം ഉണ്ടാക്കിയ ഹൈയിലും താഴെയാണ് ഈ ഒരു ഹൈ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്താണ് ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ലോവർ ലോ, ഈ ഡബിൾ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ലോ, LH എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ഹൈ. ഈ ഒരു റീജിയനിൽ എന്താണ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു റീജിയനിൽ എന്താണ് ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് വീണ്ടും ഒരു ലോവർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ലോകളൊക്കെ നിങ്ങളൊന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ ഇനി എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ട്. ആ ഹൈക്ക് താഴെയാണ് അടുത്ത ലോ. അതിനുശേഷം ഈ ഒരു ഹൈക്ക് താഴെയാണ് അടുത്ത ഹൈ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതിനുശേഷം ഈ ഒരു ലോയ്ക്ക് താഴെയാണ് അടുത്ത ലോ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതിനുശേഷം ഈ ലോയ്ക്ക് താഴെയാണ് അടുത്ത ലോ ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഹൈക്ക് താഴെയാണ് അടുത്ത ഹൈ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അതിനുശേഷം വീണ്ടും ഓരോ പുതിയ ലോകൾ താഴേക്ക് വരുന്നു, ഓരോ പുതിയ ഹൈകൾ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതെന്താണ്, ഒരു പ്യുവർലി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്പ് ട്രെൻഡ് മാർക്കറ്റിൻ്റെ മൂഡ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റേതെല്ലാം ഞാനൊന്ന് ഇറേസ് ചെയ്ത് കളയുകയാണ്. ശേഷം ഒരു മെയ് 30 മുതൽ ഒരു ജൂലൈ 9 വരെ മാർക്കറ്റിൻ്റെ പ്രൈസ് എന്താണ്, റിലയൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1396. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 1400 അല്ലെങ്കിൽ ഒരു 1396. ആ ഒരു റേഞ്ചിൽ നിന്ന് എന്താണ് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും 1540, 1550 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നു ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അല്ലേ.
അതായത് ജൂൺ 2 മുതൽ ഒരു ജൂലൈ 9 വരെയൊക്കെ ഉള്ള ഒരു ടൈം പീരീഡിൽ അല്ലേ, ജൂൺ 2 മുതൽ ജൂലൈ 9 വരെ അതുണ്ട്. ആ ഒരു മാസ കാലഘട്ടത്തിൽ എന്താണ് റിലയൻസിൻ്റെ പ്രൈസ് എന്താണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഒരു അപ് ട്രെൻഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയർ ഹൈയും ഹയർ ലോയുമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലോ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഹയർ ലോ എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇവിടെ എന്താണ് ഒരു ഹയർ ഹൈയും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പം അതിനുശേഷം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഹയർ ലോ എന്ന് പറയുന്നത്? ഇവിടെ ഉണ്ടായിരിക്കുന്ന ലോയെക്കാട്ടിലും മുകളിലാണ് ആ ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഹയർ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വന്ന ഹൈ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഹൈ എന്ന് പറയുന്ന അടുത്തൊരു ഹയർ ഹൈ ഇവിടെ വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക്, അതായത് തൊട്ട് മുന്നേ ഉണ്ടായിരിക്കുന്ന ഹൈയെക്കാട്ടിലും മുകളിലാണ് ആ ഹയർ ഹൈ അല്ലേ. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹയർ ലോ. ഇവിടെ വീണ്ടും ഒരു ഹയർ ഹൈ, ഒരു ഹയർ ഹൈ. അങ്ങനെ എന്താണ് പുതിയ ഹയർ ഹൈകളും പുതിയ ഹയർ ലോകളും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ടൊരു ഫിഗർ നമുക്ക് റിയൽ ചാർട്ടിൽ കിട്ടണമെന്നില്ല. ഇങ്ങനെയാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോമാണ്. ഇതിനൊരു ലൈൻ ചാർട്ടിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും അല്ലേ. ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ നിങ്ങൾക്കത് ക്യാൻഡിൽ സ്റ്റിക്കും ലൈൻ ചാർട്ടും ആക്കാം. ലൈൻ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ, ഹയർ ലോ ഫോർമേഷൻ, ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഹൈ ഫോർമേഷൻ, ലോവർ ലോ ഫോർമേഷൻ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു സൈഡ് വേസ് മാർക്കറ്റൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചാർട്ടുകൾ ഇറേസ് ചെയ്യുകയാണ്, മാർക്കിങ്ങുകൾ. ഓക്കെ, ഈ ഒരു റീജിയൻ, അതായത് ഏകദേശം ഒരു ഡിസംബർ 3 മുതൽ ഒരു ഏപ്രിൽ 17 വരെ റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1332 ഇടയിലും അതുപോലെ തന്നെ 1157 ഇടയിലാണ് പ്രൈസ് നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഏകദേശം ഇവിടെ നിന്നൊരു ഫോളായി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് അതിനുശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈ എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഹൈയെക്കാട്ടിലും മുകളിലല്ല അല്ലേ, പക്ഷേ അതിനെക്കാട്ടിൽ താഴെയാണ്. അപ്പോൾ അത് ലോവർ ഹൈ ആണ്. ലോവർ ഹൈ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഡൗൺ ട്രെൻഡിലേക്ക് പോകണം. അതിനുശേഷം എന്താണ് ഒരു ലോവർ ലോ ഇവിടെ വന്നു അല്ലേ. അപ്പം ഇതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകണം അല്ലേ. പക്ഷേ വീണ്ടും ഒരു ലോവർ ലോ ഇവിടെ വന്നു. പിന്നെന്താണ് വീണ്ടും ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ അപ്പോൾ എന്താണ് ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഹൈയെക്കാട്ടിലും മുകളിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. വീണ്ടും ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഹൈകളൊക്കെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന ഹൈയെക്കാട്ടിലും മുകളിൽ പോയിട്ടില്ല. ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് പുതിയ ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടെങ്കിൽ നമുക്കത് അപ് ട്രെൻഡ് മോഡിലേക്കാണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ഇങ്ങനെ പോയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ പോകണം എങ്കിൽ അത് അപ് ട്രെൻഡ് മോഡിലേക്ക് മാറും. അപ്പം ഈ ഒരു ടൈം പീരീഡ് ആയപ്പോൾ ഇവിടെ എന്താണ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത അപ് ട്രെൻഡ് ക്യാരക്ടറിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ വരെ എന്താണ് മാർക്കറ്റ് സൈഡ് വേസിലാണ് നിൽക്കുന്നത്. പക്ഷേ ഡൗൺ ട്രെൻഡ് ആയപ്പോഴും ഈ ഒരു റീജിയണിൽ ഡൗൺ ട്രെൻഡ് ആയപ്പോഴും ഇവിടെ നിന്ന് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പുതിയ ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡിലേക്ക് വരണം. പക്ഷേ എന്താണ് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ശേഷം എന്താണ് വീണ്ടും ഒരു ഹയർ ഹൈ ഫോർമേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എന്താണ് അതൊരു സൈഡ് വേസ് മാർക്കറ്റിലാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ലോവർ ലോ ഫോർമേഷനോ അല്ലെങ്കിൽ ലോവർ ഹൈ ഫോർമേഷനോ ഉണ്ടാക്കി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല, ഒരു അപ് ട്രെൻഡിലേക്കും പോകുന്നില്ല. മാർക്കറ്റ് ആ ഒരു ടൈം പീരീഡിൽ എന്താണ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏകദേശം ഒരു 100
ഒരു 130 ഡേയ്സിന് അടുപ്പിച്ച് മാർക്കറ്റ് എന്താണ് അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 138 ഡേയ്സിനോളം മാർക്കറ്റ് അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ മാർക്കറ്റ് ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ നമ്മളെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് അവരുടെ ഒരു പ്രൈസിനെ അവിടെ നിർത്തി കൊടുത്ത്, ഒന്നുകിൽ അവർ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് അവിടെ ബൈ ചെയ്ത് നിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യണമായിരിക്കും. എന്നിട്ട് എന്താണ് ഒരു റിയൽ ബ്രേക്കൗട്ട് തന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അവിടെ നിർത്തുന്നത്. ഇനി അല്ലാത്ത പക്ഷം അല്ലാത്തൊരു സിനേറിയോ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡിങ്സ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവിടെ നിന്ന് സെൽ ഓഫ് ചെയ്ത് മാർക്കറ്റ് താഴേക്കും വരാറും സാധ്യതയുണ്ട്. ഇത് കൂടുതലും നടക്കുന്നത് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് എങ്കിൽ, അങ്ങനെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും സാധ്യത അവരുടെ കയ്യിലുള്ള ഹോൾഡിങ്സ് അവിടെ വിറ്റ് കളഞ്ഞ് മാർക്കറ്റ് ആ ഒരു പ്രൈസ് താഴേക്ക് വരാനാണ് സാധ്യത. ഇനി ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് അത് വരുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആ ഒരു കൺസോൾഡേറ്റ് ചെയ്ത് ബൈ ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനാണ് കൂടുതലും സാധ്യത. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ്, അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം സൈഡ് വേസ് മാർക്കറ്റ്, ഒരു അപ്പ് ട്രെൻഡ് മാർക്കറ്റ്, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്, ഇതിനെപ്പറ്റി നിങ്ങൾ വീണ്ടും വേറെ മറ്റ് ചാർട്ടുകളിലൊക്കെ പോയി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു ചാർട്ടാണ്. ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ അതൊരു പ്യൂർലി അപ്പ് ട്രെൻഡ് മാർക്കറ്റാണ്. നേരെ മറിച്ച് ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ അതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. അതിനുശേഷം ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മറ്റ് പല ചാർട്ടുകളിലും നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഓഗസ്റ്റ് 7 മുതൽ ഏകദേശം ഒരു ഓഗസ്റ്റ് 22 വരെ ഒരു സൈഡ് വേസ് മാർക്കറ്റായിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചാർട്ടുകളിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു റീജിയൻ ഏകദേശം ഒരു ജാനുവരി 2 മുതൽ ഒരു ജൂൺ 24 വരെ എന്താണ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. മാർക്കറ്റ് പ്രൈസ് താഴേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലോവർ ലോ ഫോർമേഷൻ, ലോവർ ഹൈ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പല പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.